CPM നേതാവ് AK ബാലൻ മാധ്യമങ്ങൾ കാണുന്നു. സ്ഥാനാർത്ഥി ജയിച്ചു പോകും എന്ന് വന്നതോടുകൂടി RSSന്റെ കാല് പിടിക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ ഇപ്പം അവർക്ക് വശത്താക്കാൻ കഴിഞ്ഞത്. സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ RSSന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിനോടുള്ള ഇന്നത്തെ ഈ അടുപ്പം ഐക്യജനാധിപത്യ മുന്നണിയെ സാരമായി ബാധിക്കും എന്ന പരോക്ഷ സന്ദേശം കോൺഗ്രസിൻ്റെ പ്രഗത്ഭനായ നേതാവ് ഇന്നലെ മുരളീധരൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മുരളീധരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യം പരിപൂർണമായും ശരിയാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മുരളീധരൻ അവസാനം പറഞ്ഞത് ഒരു കുറ്റബോധം കൊണ്ട് ക്ഷമാപണം നടത്താൻ കിട്ടിയ ഒരവസരമായിരുന്നു വയനാട്. ഒരാഴ്ച മുമ്പേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്രദമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ഇന്നേ വരെ കാണാത്ത രൂപത്തിൽ വർഗീയത ഛർദിച്ച സന്ദീപ് വാര്യരെ തുറന്നു കാട്ടുകയാണ് ഇന്നലെ മുരളീധരൻ ചെയ്തിട്ടുള്ളത്. ആ മുരളീധരന്റെ നിലപാടിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കണം. SDPI RSS അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു ഭാഗവും കൂടിയാണിത്. ഇത് വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടകം ഒപ്പിച്ചെടുത്തത്. അപ്പോൾ SDPIക്കാർ ഇപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടായിരിക്കും ജയിക്കാൻ, RSSനെ കൂട്ടുപിടിക്കാൻ സന്ദീപ് വാര്യരെ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ CPM നേതാവ് AK ബാലൻ സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്.